കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസ്തരും വിശുദ്ധരുമായി ദൈവസേവ ചെയ്യുന്ന വിശുദ്ധന്മാർക്ക് വന്ദനം. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. എൻ്റെ പേര് കുരുവിള വർഗീസ്. ദൈവവചനത്തോട് കൂട്ടുചേർക്കാതെ, കലർപ്പില്ലാതെ, ഒന്നും കുറയ്ക്കാതെ, മനുഷ്യരെ ആരെയും പ്രസാദിപ്പിക്കാതെ, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അതേ രീതിയിൽ ദൈവജനത്തിൻ്റെയും വിശുദ്ധന്മാരുടെയും മുൻപാകെ പ്രസ്താവിക്കുകയും പ്രസംഗിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാകുന്നു ഇത്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര് G2R അഥവാ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ, ഇംഗ്ലീഷിൽ ഫ്രം ജെനസിസ് ടു റെവലേഷൻ. സത്യത്തിൻ്റെ സ്വരം ശാന്തമായിരിക്കും. അസത്യം തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കലശൽ കൂട്ടും. അപ്പോഴും സത്യത്തിൻ്റെ സ്വരം ശാന്തമായിരിക്കും. ഒരു നഗ്നസത്യം മനസ്സിലാക്കേണ്ടത്, അസത്യം എത്ര പേർ സത്യമാക്കുവാൻ പരിശ്രമിച്ചാലും അത് അസത്യമായി തന്നെ തുടരും. കാലസമ്പൂർണതയിൽ അത് അസത്യമായി തെളിയും. സത്യം എത്ര പേർ അശുദ്ധമാക്കിയാലും, അസത്യമാക്കിയാലും, കള്ളമാക്കിയാലും ശാന്തമായി തുടരുന്നതുകൊണ്ട് പൂർണ്ണസമയം വരുമ്പോൾ അത് അതിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി സത്യത്തെ സത്യമായി തെളിയിക്കും. ഇതാകുന്നു പൊതുവായൊരു സത്യം. ഇവിടെ പത്രോസ് അപ്പസ്തലൻ, യഹൂദനായിരുന്നവൻ, ദൈവശിഷ്യനായപ്പോൾ താൻ പാർത്തിരുന്ന ദേശത്തിലുള്ള വിശ്വാസികൾക്ക് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. നാം ആരാകുന്നു എന്നുള്ള വിഷയമാണ് വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തലനായ പത്രോസും പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചും അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരുമായി വൃതന്മാർക്ക് എഴുതുന്നത്, അവനും രക്തത്താൽ തളിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് എഴുതുകയാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇவ்விധ വിഷയങ്ങളോട് യോജിക്കുന്നവർ കാണാം, യോജിക്കാത്തവർ കാണാം. തർക്കിക്കുന്നവർ കാണാം, സ്വീകരിക്കുന്നവർ കാണാം. വിമർശിക്കുന്നവർ കാണാം, വിമർശിക്കാത്തവരും കാണാം. എന്തുമാകട്ടെ, പരിണതഫലം ദോഷമായാലും അനുകൂലമായാലും ദൈവവചനം സത്യമായി പ്രസംഗിക്കുന്നു. സമാഗമന കൂടാരവും താമ്രത്തൊട്ടിയും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് പഴയ നിയമത്തിൽ നിന്ന് നാം എടുത്തത്. പുതിയ നിയമത്തിലെ സത്യത്തിലേക്ക് നമ്മൾ കടന്നുപോകും. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും, ലേവ്യ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലുമാണ് താമ്രത്തൊട്ടിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ സമാഗമന കൂടാരത്തിൽ വെക്കുവാൻ യഹോവയായ ദൈവം തൻ്റെ ദാസനായിരുന്ന മോശയ്ക്ക് നിർദ്ദേശം കൊടുത്ത ഉപകരണങ്ങളിൽ അളവ് കൽപ്പിക്കാത്ത ചില ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അവ 1 താമ്രത്തൊട്ടി, പുറപ്പാട് 30-17. 2 നിലവിളക്ക്, പുറപ്പാട് 25-ാം അധ്യായം 30-ഉം 31-ഉം 40-ാം വാക്യവും. 3 കൃപാസനത്തിന്മേൽ വയ്ക്കപ്പെട്ടിരുന്ന 2 കെരൂബുകൾ, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ബാക്കി എല്ലാ ഉപകരണങ്ങൾക്കും നീളം, വീതി, ഘനം, ഉയരം എന്നിവ വ്യക്തമായ അളവ് കൊടുത്തിരുന്നു. അളവുള്ളതും അളവില്ലാത്തതുമായ ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ മോശയ്ക്കാകുന്നു കൽപ്പന കൊടുത്തത് എങ്കിലും സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് 40 ദിവസങ്ങൾ എടുത്ത് കൽപ്പനകൾ കൊടുത്തതെങ്കിലും അവയുടെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തത് മോശയല്ല, പിന്നെയോ പ്രധാനിയായി യഹൂദാ ഗോത്രത്തിലെ ഹൂരിൻ്റെ മകൻ
ഊരിയുടെ മകൻ ബെസലേലും സഹായിയായി ദൈവം നിയോഗിച്ച ദാൻ ഗോത്രത്തിലെ അഹീസാമാക്കിൻ്റെ മകനായിരുന്ന ഒഹോലിയാബും ആയിരുന്നു. അവർക്ക് ഈ ചുമതലകൾ നൽകിയതിൻ്റെ കാരണം ബെസലേൽ കൗശലപ്പണികളെ എന്ന് പറഞ്ഞാൽ കണ്ണിങ് വർക്ക്സ്, ആർട്ടിസ്റ്റിക് വർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്, സങ്കൽപ്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പിപ്പാനും മരത്തിന്മേൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധ പണിത്തരമുണ്ടാക്കുവാനും ദൈവം അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനം, ബുദ്ധി, അറിവ്, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്, സകല സാമർഥ്യവും കൊണ്ട് നിറച്ചതിനാൽ അത്രേ. അപ്പോൾ സമാഗമന കൂടാരം ഉണ്ടാക്കണം എന്ന സീനായി പർവ്വതത്തിൽ ദൈവം കൽപ്പിക്കുകയും അതിൻ്റെ മാതൃക വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ പണി ഏറ്റെടുത്ത് ചെയ്ത ബെസലേലും ഒഹോലിയാബും അവിടെ എങ്ങുമില്ല, അവർ താഴ്വരയിലെ പാളയത്തിലാണ്. പക്ഷേ കൽപ്പന ലഭിച്ച മോശയ്ക്ക് കൊടുത്ത അധികാരത്തിൻ്റെ ആത്മാവ് ഈ രണ്ടു വ്യക്തികളുടെയും ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മോശ കണ്ട വിഷയത്തിൻ്റെ രൂപം ഇവരുടെ ഹൃദയത്തിലേക്ക് ദൈവം പകർന്നു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയവും മോശയുടെ ഹൃദയവും ഈ പണിക്കാരുടെ ഹൃദയവും ഒന്നുപോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് പണി പരിപൂർണമായി ഒത്തിണങ്ങി വന്നത്. ആത്മീയഗോളത്തിൽ ഇന്നും നമ്മളുടെ പ്രവൃത്തികൾ ദൈവഹിതത്തിനനുസരിച്ചായി തീരണമെങ്കിൽ നമ്മെ ഈ ശുശ്രൂഷയ്ക്കാക്കി വച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ മനസ്സും ഈ മനസ്സും ഒന്നു ചേർന്നാൽ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറും. അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ മനസ്സിനേൽക്കാത്ത ഏതു പണിയും ദൈവത്താൽ സ്വീകാര്യമല്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന പണികൾ ദൈവത്തിന് സ്വീകാര്യമായാൽ ആ പണി, ആ ശുശ്രൂഷ ദൈവസ്വീകാര്യമാകും എന്നതിനും ഇരുപക്ഷമില്ല എന്ന് സദൃശ്യവാക്യത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ ഒഹോലിയാബിനാകട്ടെ സകല ജ്ഞാനികളുടെയും ഹൃദയത്തിൽ നൽകപ്പെട്ടിരുന്ന ജ്ഞാനം അവൻ്റെ ഹൃദയത്തിലും നിറഞ്ഞതിലാലത്രേ അവനെ ശുശ്രൂഷയ്ക്ക് എടുത്തത് എന്ന് പറഞ്ഞാൽ, ജ്ഞാനികളായ അവരുടെ നടുവിൽ ഉണ്ടായിരുന്ന വ്യക്തികളുടെ ജ്ഞാനത്തിന് തുല്യമായ ജ്ഞാനത്തിൽ അവിടെ വകതിരിവില്ല, അഹങ്കാരമില്ല, ഐക്യതക്കുറവില്ല. അതുകൊണ്ട് യഹോവ കൽപ്പിച്ചതും കാണിച്ചതും മോശെ അനുസരിച്ചു. മോശയുടെ നിർദ്ദേശങ്ങൾ ബെസലേൽ അനുസരിച്ചു. ബെസലേലിൻ്റെ നിർദ്ദേശങ്ങൾ ഒട്ടൊഴിയാതെ സകലതും ഒഹോലിയാബും അനുസരിച്ച് പ്രവർത്തിച്ചു. പുറപ്പാട് ദിവസം 31:6. ഇന്നത്തെ ആത്മീയഗോളത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിയോഗിക്കപ്പെടുന്നതും തെരഞ്ഞെടുക്കപ്പെടുന്നതുമായ കൗൺസിൽ അംഗങ്ങളുടെ ഹൃദയത്തിലെ വികാരങ്ങൾ എങ്ങനെയിരിക്കുന്നു? ഐക്യതയുള്ളതാണോ? 200 പേരെ നിരത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ 200 ഹൃദയങ്ങളും 200 മനസ്സും ഐക്യതയില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ ആത്മീയഗോളത്തിൽ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാത്തത് എന്ന് മനസ്സിലാക്കണം. 100 വർഷം പഴക്കമല്ല, 50 വർഷം പഴക്കമല്ല, ഓഡിറ്റോറിയവും ധനത്തിൻ്റെ മഹാത്മ്യവുമല്ല, പ്രാസംഗികൻ്റെ വിദ്യാഭ്യാസവും പ്രാസമനുസരിച്ചുള്ള പ്രസംഗവുമല്ല, മുൻനിരയിൽ കാലിന്മേൽ കാലു കയറ്റി വയ്ത്തിരിക്കുന്ന പൂർവ്വകാല പ്രസിഡന്റും വർത്തമാനകാല പ്രസിഡന്റും അടുത്തതായി വരുവാൻ പോകുന്ന പ്രസിഡന്റിൻ്റെയും ഹൃദയത്തെ ഒന്നാക്കിത്തടത്തോളം കാലം ദൈവ തേജസ് ഒരു ശുശ്രൂഷകളിലും ഇറങ്ങുന്നതല്ല. യാഗപീഠം, താമ്രത്തൊട്ടി, ധൂപപീഠം,
കാഴ്ചപ്പത്തിൻ്റെ മേശ, വിളക്ക്, അതിപരിശുദ്ധ സ്ഥലത്ത് വയ്ക്കപ്പെട്ട പെട്ടകം, കൃപാസനം എന്നിവയുടെ പണി ഒരേ രീതിയിൽ ഇവർ ചെയ്ത് വെക്കേണ്ടിടത്ത് വെച്ചതുകൊണ്ടാണ് ദൈവ തേജസ് ഇറങ്ങിയതെന്ന് മറന്നു പോകരുത്. പഴയ നിയമം ഒരു നിഴൽ, പുതിയ നിയമം ഒരു പൊരുൾ. 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചിടത്ത് ഒരേ ലക്ഷ്യമായിരുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങണം. പരിശുദ്ധാത്മാവ് അവിടെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് സമാഗമന കൂടാരം, സാക്ഷ്യപെട്ടകം, അതിന്മേലുള്ള കൃപാസനം, കൂടാരത്തിൻ്റെ ഉപകരണങ്ങൾ എല്ലാം, മേശ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം, നിലവിളക്ക് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം, ധൂപപീഠം, ഹോമയാഗപീഠം അതിൻ്റെ ഉപകരണങ്ങളെല്ലാം, താമ്രത്തൊട്ടി അതിൻ്റെ കാല്, വിശേഷ വസ്ത്രങ്ങൾ, പുരോഹിതനായിരുന്ന അഹരോൻ്റെ വിശുദ്ധ വസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, വിശുദ്ധ മന്ദിരത്തിനുള്ള സുഗന്ധവർഗം എന്നിവ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. ശ്രദ്ധിക്കൂ ദൈവവചനം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 7 മുതൽ 11 വരെയും 39-ാം അധ്യായം 32-ാമത്തെ വാക്യം. യഹോവ കൽപ്പിച്ചതിൽ നിന്ന് വിദ്യാസമ്പന്നനായിരുന്ന മോശെ മിസ്രൈമിലെ സകല വിദ്യകളും അഭ്യസിച്ചവനല്ലേ? എന്നാൽ ദൈവം കൽപ്പിച്ചതിൻ്റെ കൂടി ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ അവൻ്റെ ബുദ്ധിയോ, ഗോശൻ ദേശത്ത് പാർത്തപ്പോൾ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതുകൂടെ ഇരിക്കട്ടെന്ന് കൂട്ടുശുശ്രൂഷകന്മാരായിരുന്ന ഒഹോലിയാബും ബസലേലും ചിന്തിച്ചില്ല. 1 സെന്റിമീറ്റർ അല്ല, 1 മില്ലിമീറ്റർ പണിയോട് കൂട്ടിയില്ല, 1 മില്ലിമീറ്റർ കുറച്ചതും ഇല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ തൻ്റെ കൂട്ടുവേലക്കാരായ ദൈവദാസന്മാരെ, രാജകീയ പുരോഹിത വർഗത്തെ ശുശ്രൂഷ നിർവഹിക്കുവാൻ അയച്ചപ്പോൾ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും, ഒന്നും കുറയ്ക്കരുത്, ഒന്നും കൂട്ടരുത്, വള്ളി പുള്ളി കൂട്ടുവാൻ ഇതിനകത്ത് അവകാശമില്ല. സിനഡോ, കൗൺസിലോ, സുന്നഹദോസോ, ജനറൽ ബോഡിക്കോ കൽപ്പിച്ചിരിക്കുന്ന പ്രമാണത്തോട് കൂട്ടുവാനോ നിങ്ങളുടെ ആവശ്യമനുസരിച്ചോ സൗകര്യാർത്ഥമോ കുറയ്ക്കുവാനോ അനുവാദം ഇല്ല. അത് മറന്നു പോകരുത്. അതുകൊണ്ടാകുന്നു പണി പൂർത്തീകരിച്ച് സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ യഹോവയുടെ കൽപ്പനയനുസരിച്ച് ക്രമീകരിച്ചു വെച്ചപ്പോൾ യഹോവയുടെ മേഘം സമാഗമന കൂടാരത്തെ മൂടിയതും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചതും എന്ന് രാജകീയ പുരോഹിതവർഗം കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഇത്തരുണത്തിൽ ശ്രദ്ധിക്കുന്നത് വായനക്കാർക്കും ശ്രോതാക്കൾക്കും ഉപകാരപ്രദം ആകും. അവർ ചെയ്ത ഓരോ പ്രവൃത്തിയും യഹോവ കൽപ്പിച്ചതുപോലെ അത്രേ ചെയ്തത്. വാക്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നു. ഓരോ ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ മാതൃക കാണിച്ച് നിർദ്ദേശം കൊടുത്തപ്പോൾ ദൈവം പ്രത്യേകാൽ അവരോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം പോലെ ഉണ്ടാക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളണം. പുറപ്പാട് പുസ്തകം 25-9, 40, 26-ാം അധ്യായം 30, 31-ാം അധ്യായം 11, 40-ാം അധ്യായം 16, 19, 21, 23, 25, 27, 29, 32. സ്തോത്രം. 25-ാം അധ്യായം മുതൽ 39-ാം അധ്യായം വരെ എല്ലാം ഉണ്ടാക്കണമെന്ന് കൽപ്പിച്ച ശേഷം 40-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ കൺക്ലൂഷനിൽ വന്നപ്പോൾ എത്ര തവണയാണ് എഴുതിയിരിക്കുന്നത് യഹോവ കൽപ്പിച്ചതുപോലെ 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 എന്ന്. നമ്മൾ പലതും അവിടെയും ഇവിടെയും ഒക്കെ ചെയ്യുമ്പോൾ, അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്താലും അതിൻ്റെ അവസാനം വരുമ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെയാണോ ചെയ്തത് എന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കൃപാസനം, മേശ, ധൂപപീഠം,
യാഗപീഠം എന്നിവകൾക്കെല്ലാം ദൈവം കൃത്യമായ അളവ് കൽപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാൽ പൊന്നിലവിളക്കിനും താമ്രത്തൊട്ടിക്കും അളവ് കൊടുത്തില്ല. എന്താ കാരണം? യഹോവയാം ദൈവം അവയുടെ മാതൃക പർവ്വതത്തിൽ വെച്ച് കാണിച്ചു കൊടുത്തതിനാൽ ആ കാണിച്ചു കൊടുത്ത മാതൃക പോലെ പണിതുകൊള്ളണം. നിലവിളക്ക് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ. നീളമോ വീതിയോ ആഴമോ ഉയരമോ ഇല്ല. ദൈവം ആത്മാവാകയാൽ പരിശുദ്ധാത്മാവിൻ്റെ ആത്മത്വത്തിന് അളവില്ലെന്ന് മനസ്സിലാക്കണം. താമ്രത്തൊട്ടി പുരോഹിതന്മാരുടെ കഴുകലിനാവശ്യമാകുന്നു. കഴുകൽ വിശുദ്ധീകരണത്തെ കാണിക്കുന്നതാകയാൽ നമ്മളുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന വിശുദ്ധീകരണം പഴയ നിയമത്തിലെ കൈകാലുകൾ കഴുകുക മാത്രമല്ല, ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഉൾപ്പെട്ട് കിടക്കുന്ന ആത്മാവ് മുഴുവൻ കഴുകപ്പെടേണ്ടതാകയാൽ അതിനും അളവ് കൊടുത്തിട്ടില്ല. പുറപ്പാട് പുസ്തകം 25:9, 40, 26, 30 മോശയെ യഹോവ കാണിച്ചു കൊടുത്ത മാതൃകയിൻ പ്രകാരം അവയെ നിർവഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആദ്യ നൂറ്റാണ്ടിൽ അപ്പസ്തലന്മാർക്ക് കൊടുത്ത മാതൃക എങ്ങനോ, കൽപ്പന എങ്ങനോ, പ്രായോഗികമായി പ്രവൃത്തിപഥത്തിൽ എത്തിച്ച രീതി എങ്ങനോ, അതിൽ നിന്നൊട്ടും വ്യത്യാസമാകരുത്. 21-ാം നൂറ്റാണ്ടിൻ്റെ 24-ാമത്തെ വർഷത്തിൽ ഈ 7-ാമത്തെയോ 8-ാമത്തെയോ മാസത്തിൽ എവിടെ പാർത്താലും 5 ഭൂഖണ്ഡങ്ങളിൽ എവിടെ ദൈവമക്കൾ പ്രവർത്തിച്ചാലും താമസിച്ചാലും ദൈവപ്രവർത്തികൾക്ക് പേരിടുന്നത് സൂക്ഷിച്ചു വേണം. ദൈവസഭകൾക്കും ദൈവ ആരാധന നടക്കുന്ന സ്ഥലങ്ങൾക്കും പേരിടുന്നത് സൂക്ഷിച്ചു വേണം. ദൈവ ശുശ്രൂഷകന്മാർക്ക് വാലും തലയും പേരിനോട് ചേർത്തിടുന്നത് സൂക്ഷിച്ചു വേണം. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ച, കൽപ്പിച്ച, കൊടുത്ത വചനത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, ആകാശത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരായി സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വന്നൊന്നും പറയുകയില്ല. ആകാശത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയുടെ പ്രേരണയാകട്ടെ ഒരു ദൂതൻ വേറെ ഒരു സുവിശേഷം അറിയിപ്പാൻ എവിടെ വന്നാലും അവൻ്റെ അഭിഷേകത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ ആരായാലും അവർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ശപിക്കപ്പെട്ടവർ ആകും എന്നുള്ള മുന്നറിയിപ്പ് കൂടെ ഇത്തരണത്തിൽ പറയുന്നു. കർത്താവെ, അങ്ങ് കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ശ്രോതാക്കൾക്കും കൃപ തരുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിച്ച് വിശുദ്ധന്മാരെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കൃപ തോന്നി കേൾക്കണം ജീവനുള്ള പിതാവേ.